അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് എന്ന നിലക്ക് നമ്മളുണ്ടാക്കേണ്ടത് ഈ ദുനിയാവിനെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ദുനിയാവുമായുള്ള വല്ലാത്ത ബന്ധം പലപ്പോഴും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് നമുക്ക് തടസ്സമോ അല്ലെങ്കിൽ സങ്കടമോ ഒക്കെ ആക്കി മാറ്റാറുണ്ട്. അതാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, തഈസ അബ്ദുദ്ദീനാരി വഅബ്ദുദ്ദറാഹിം. ദീനാറിൻ്റെ അടിമ എന്ന് പറഞ്ഞാൽ ഒരഡിക്ഷനാണ്. അഡിക്ഷൻ ഉണ്ടാകാൻ പാടില്ല ദീനാറിനോടും ദിർഹമിനോടുമൊന്നും. അത് ദുനിയാവിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. രണ്ടും അഡിക്ഷൻ വന്നാൽ നമ്മൾ നശിച്ചു പോകും. നമുക്ക് അള്ളാഹുവിലേക്ക് മടങ്ങാൻ പ്രയാസം നേരിടും. സത്യത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക എന്നതാണ് വേണ്ടത്. അത് രക്ഷപ്പെട്ട് കിട്ടിയാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ എളുപ്പമായിരിക്കും. അള്ളാഹുവിനെ കാണാൻ നമുക്കുണ്ടാകേണ്ടത് സന്തോഷമാണ്, വല്ലാത്ത സന്തോഷം. നമ്മൾ നമസ്കാരത്തിൽ കേട്ട ചില വരികൾ ഇമാമ് വല്ലാതെ ഹൃദയസ്പർക്കായി പാരായണം ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഫൈദാ ബരിഖൽ ബസർ വഖസഫൽ ഖമർ വജുമിഅ അശ്ശംസു വൽ ഖമർ യഖൂലുൽ ഇൻസാനു യൗമഇദിൻ ഐനൽ മഫർ. മനുഷ്യൻ ചോദിച്ചു പോവുകയാണ്, ഇനി എന്താ ചെയ്യാനുള്ളത്? അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകാൻ ഉള്ള പ്രയാസം മനുഷ്യനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അത്തരം ഒരു അഡിക്ഷനിൽ നിന്ന് രക്ഷപ്പെടുക, അടിമത്വത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ് നമുക്ക് ആവശ്യം. ദുനിയാവ് നമുക്ക് വേണം, ദുനിയാവിലെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് വേണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സന്തോഷിക്കേണ്ടവരാണ്, ദുഃഖിക്കേണ്ടവരല്ല. ദുനിയാവിനെ ആഗ്രഹിക്കേണ്ടവരാണ്. നമ്മുടെ പ്രാർത്ഥന അങ്ങനെയല്ലേ, റബ്ബന ആതിന ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന. ശുഫ്, റബ്ബന ആതിന ഫിദ്ദുനിയാ ഹസന എന്ന് മാത്രം പറഞ്ഞ് നമുക്ക് നിർത്താൻ പാടില്ല. അത്രയേ ഉള്ളൂ. അത് നിർത്തിയാൽ നമുക്ക് ആഖിറത്തിലൊരു നസീബും ഉണ്ടാവില്ല എന്ന് പറഞ്ഞല്ലോ. മറ്റതും കൂടി പറഞ്ഞാലോ, ഉലൈക ലഹും നസീബും മിമ്മാ കസബു വല്ലാഹു സരീഉൽ ഹിസാബ്. അപ്പോൾ നമ്മൾ അതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അള്ളാഹുവിനെ കാണുക എന്നത് നമുക്ക് ഇഷ്ടമാവും. യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകാനുള്ള ഒന്നാമത്തെ ഘട്ടം നമ്മൾ ഇന്നലെ വിശദീകരിച്ചല്ലോ, അത് മരണമാണ്. മരണം നമുക്ക്, ഞാൻ പറഞ്ഞു, മരണം ആസ്വദിക്കേണ്ടവരാണ് നാം, വെറുക്കേണ്ടവരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്, മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബ അല്ലാഹു ലിഖാഅഹു. അള്ളാഹുവിനെ കാണാൻ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു അവനെ കാണാനും ഇഷ്ടപ്പെടും. തിരിച്ചും വമൻ കരിഹ ലിഖാ അല്ലാഹ് കരിഹ അല്ലാഹു ലിഖാഅഹു. അള്ളാഹുവിനെ കാണാൻ ഒരാൾക്ക് അനിഷ്ടമായാൽ, വെറുപ്പായാൽ, അള്ളാഹുവിനെ അവനെ കാണാനും ഇഷ്ടമുണ്ടാവില്ല. ഒരു വല്ലാത്ത വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഇന്നാ ലനക്റഹുൽ മൗത്ത്. ഞങ്ങൾക്കൊക്കെ മരണത്തെ പേടിയാണല്ലോ നബിയെ, അല്ലെങ്കിൽ വെറുപ്പാണല്ലോ നബിയെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു, ലൈസ കദാലിക്. മരിക്കണതിനെക്കുറിച്ച് ഒരാശങ്ക വേണ്ട എന്നല്ല. ആരും പോയി മരിക്കാൻ കടന്നു കൊടുക്കേണ്ട കാര്യമല്ല, അങ്ങനെ വേണ്ടെന്നല്ല. പക്ഷേ മുസ്ലിമിൻ്റെ അവസ്ഥ, വലാകിന്നൽ മുഅ്മിൻ ഇദാ ഹദറഹുൽ മൗത്ത് ബുശ്ശിറ ബിറിദ്വാനില്ലാഹി വകറാമതി. മരണമാസന്നമായാൽ ഒരു വിശ്വാസിക്ക് ഉണ്ടാകുന്നത് അള്ളാഹു നൽകാനിരിക്കുന്ന കറാമത്ത് ഒരു സുവിശേഷമായി അവൻ്റെ മുമ്പിൽ വരും. അള്ളാഹു അവന് നൽകാനിരിക്കുന്ന തൃപ്തി ഒരു സന്തോഷമായി അവൻ്റെ മുമ്പിൽ വരും. അതാണ്
അതൊരു ഭയങ്കരമായ അവസ്ഥയായിരിക്കും. അതാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ അത് കാണുമ്പോൾ ഫലൈസ ശൈഉൻ അഹബ്ബ ഇലൈഹി അമാമഹു അല്ലാഹ്, അപ്പോൾ അവൻ്റെ മുമ്പിൽ അതല്ലാത്ത ഒന്നും എന്താവില്ല, ഇഷ്ടമുള്ളതായി തീരില്ല. ആ സമയത്താണ് അത് വരുന്നത്. അല്ലാതെ അതിൻ്റെ മുമ്പ് നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ ഉദ്ദേശം. മരണത്തിൻ്റെ ഇഹ്തിലാർ എന്ന് പറഞ്ഞൊരു സമയമുണ്ട്, മരണം ആസന്നമാകുന്ന അവസ്ഥ. അതൊരു വല്ലാത്ത സന്ദർഭം. ചെറിയ സെക്കൻഡുകളെ ഉണ്ടാവുള്ളൂ, ചെറിയ സെക്കൻഡുകളെ ഉണ്ടാവുള്ളൂ. അത് വല്ലാത്ത ഒരവസ്ഥയാണ്. ഇപ്പോൾ ഒരു പുതിയ സയൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടൊരു സയൻസ് വന്നിട്ടുണ്ട്. നിയർ ഡെത്ത് എക്സ്പീരിയൻസ് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഇനി വായിക്കും. അത് ഈ ഡെത്തിൻ്റെ ഏറ്റവും അടുത്ത സന്ദർഭത്തിലുള്ള എക്സ്പീരിയൻസ് പറയും. ഭയങ്കര അനുഭവമാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതും കേൾപ്പിച്ചതും അതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫഅഹബ്ബല്ലാഹ ലിഖാഹു, ഇതിന് കാണുമ്പോൾ അള്ളാഹു നമുക്ക് നൽകാനിരിക്കുന്ന കറാമത്ത് കാണുമ്പോൾ, അള്ളാഹുവിൻ്റെ റിദ്വാൻ തൃപ്തി കാണുമ്പോൾ നമുക്ക് അള്ളാഹുവിനെ കാണാനും അങ്ങോട്ട് പോകാനും എന്താവും, ഇഷ്ടമാണ്. ആ ഇഷ്ടമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടത്. ഇതിൻ്റെ നേരെ വിപരീതമായ അവസ്ഥ ഉണ്ട്, അത് നമ്മൾ ചർച്ച ചെയ്യണം. നമ്മളെ വിഷയമല്ലേ, അല്ലാത്തവർക്ക് പ്രയാസമായിരിക്കും, അത് സംശയമല്ല. നമ്മളല്ലാത്തവരാകേണ്ട കാര്യമില്ലല്ലോ, അതാണ്. അതുകൊണ്ടാണ് മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനാസയെക്കുറിച്ച് പറഞ്ഞു. ജനാസ, ഒരാൾ മരിച്ചാൽ ജനാസ കൊണ്ടുപോകാൻ വേണ്ടി ആളുകൾ ആ ജനാസയും വഹിച്ചു നടക്കുമ്പോഴുള്ള ഒരു രംഗം നബി പറയുന്നുണ്ട്. ഒരു നല്ല മനുഷ്യനാണെങ്കിൽ ആ ജനാസ വിളിച്ചു പറയും, ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ വേഗം കൊണ്ടുപോകണം, വേഗം കൊണ്ടുപോകണം. കാരണം വെച്ചാൽ അവനത് അനുഭവിച്ചു കഴിഞ്ഞു. അത്രയും മധുരമായ അനുഭവമാണ്. അപ്പോൾ അല്ലാഹുവിലേക്ക് മടങ്ങുക എന്നത് ഒരു ഗുരുതരമായ പ്രത്യാഘാതമാണ് എന്നാരും വിചാരിക്കരുത്. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അതാണ്. നേരെ തിരിച്ചുകൊണ്ട് മോശമായ മനുഷ്യനാണെങ്കിൽ പറയും, എങ്ങോട്ട് ഞങ്ങൾ എന്നെ കൊണ്ടുപോകണത്, ഞാൻ എത്ര നല്ല സുഖമുള്ള സ്ഥലത്തായിരുന്നു എന്ന്. അയിന തദ്ഹബൂന ബീ എന്ന് ചോദിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൻ്റെ അവസാനം പറയുന്നുണ്ട്, യസ്മഉ സൗതഹ കുല്ല ഷൈ, ഈ ജനാസയുടെ ശബ്ദം എല്ലാവരും കേൾക്കും, ഇല്ലൽ ഇൻസാൻ, മനുഷ്യനല്ല. അത് നിങ്ങൾ ജനാസ കൊണ്ടുപോകുമ്പോൾ ഇനി ശ്രദ്ധിച്ചാൽ മതി. ജീവികൾ മുഴുവൻ കേൾക്കും, മനുഷ്യനല്ലാത്ത എല്ലാ ജീവികളും. എന്നിട്ട് നബി അവസാനം പറഞ്ഞു, വലൗ സമിഅൽ ഇൻസാൻ ലസഅഖ്, മനുഷ്യനും കണ്ടത് കേട്ടിരുന്നെങ്കിൽ അവൻ ബോധം കെട്ട് വീണുപോകും. അത്ര വലിയ ശബ്ദമായിരിക്കും അത്. അപ്പോൾ നമ്മൾക്കത് ശരിക്കും മനസ്സിലാക്കണം. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന വഴിയിലുള്ള ആദ്യത്തെ രംഗം. അതാണ്. അവിടെ നമുക്ക് സന്തോഷമാണ്, ദുഃഖമില്ല, സന്തോഷമാണ്. നമ്മൾ ആഗ്രഹിക്കണം ആ സമയത്ത് അങ്ങനെ ഒരവസ്ഥയിലെത്താൻ. അതാണ് നമ്മൾ വേണ്ടത്. ആ സമയത്ത് അള്ളാഹുവിൻ്റെ കറാമത്തും അള്ളാഹുവിൻ്റെ റിദ്വാനും കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കണം. ഈ സക്കറാത്തുൽ മൗത്ത് എന്ന് പറഞ്ഞ സംഗതി അതാണ്. അത്രയേ ഉള്ളൂ. അത് ചെറിയ സമയം ഉണ്ടാവുള്ളൂ, വലിയൊരു സമയമൊന്നും അത് ഉണ്ടാവില്ല. അതാണ്. അത് ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ശരിക്ക് സ്ക്രീനിൽ കാണിക്കണമാതിരി, സ്ക്രീൻ ഒന്നില്ല, പക്ഷെ അവൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും എന്നാണ് പറയുന്നത്. അതാണ് ആ നോട്ടം. കണ്ടിട്ടില്ലേ മയ്യത്തിൻ്റെ നോട്ടം? അതുകൊണ്ട് ആ കണ്ണടച്ചു കൊടുക്കാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം അത് ഏത് കണ്ണ് തുറക്കാത്തവനും ആ സമയത്ത് തുറക്കും. കാരണം ഇത് ഭയങ്കര രസമുള്ള കാഴ്ചയായിരിക്കും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര രസമുള്ള കാഴ്ചയായിരിക്കും. ഇനി അതിലേറെ മനോഹരമാണ്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും, മാരകമായ രോഗം വന്ന് മരിക്കുന്ന ആളുകളുണ്ട്. ആ മരിക്കണ ആ നിമിഷം വരെ ഭയങ്കര പെയിൻഫുള്ളായ അവസ്ഥയായിരിക്കും. അയാളുടെ മുഖമൊക്കെ ഇങ്ങനെ ചുളിഞ്ഞ് ആകെ ഇതിലായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. അതൊക്കെ മരിച്ചതിന് കഴിഞ്ഞാൽ കാണാൻ മുഖം ഭയങ്കര പ്രസന്നമായിരിക്കും. അനുഭവിച്ച വേദനയുടെ ഒരു ചെറിയ ചുളിവ് പോലും കാണില്ല.
നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിപ്പോവും, ഓ എന്തൊരു, നമ്മൾ പറയല്ലേ എന്ത് മനോഹരമാണ്, എന്ത് സുന്ദരമാണ് മുഖം എന്നൊക്കെ. അതിത് കണ്ടതാ. അപ്പം പിന്നെ എല്ലാം പോവും. ഇത് കണ്ടാൽ പിന്നെ എല്ലാ ദുഃഖങ്ങളും പോയി പോകും, എല്ലാ വേദനകളും പോകും. നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ നമ്മൾ സത്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, വേദനകൾ വരുമ്പോൾ നമ്മൾ ദുഃഖിക്കേണ്ടവരല്ല, രോഗങ്ങൾ വരുമ്പോൾ ദുഃഖിക്കേണ്ടവരല്ല. അത് ഇതിലേക്കുള്ളൊരു സ്റ്റെപ്പായി മാത്രം കരുതിയാൽ മതി, അത്രയേ ഉള്ളൂ. രണ്ടാമത്തെ ഒരു രംഗം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ രസകരമായ ഒരു രംഗമാണ്. അത് അള്ളാഹുവിൻ്റെ ബുഷ്റ, അള്ളാഹുവിൻ്റെ സുവിശേഷം ആഖിറത്തിൽ കിട്ടുന്ന ഒരു രംഗമാണ്. അത് ഖുർആൻ പറയുന്നുണ്ട്, ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി ഫയഖൂൽ ഹഉം ഇഖ്റഉ കിതാബിയ. വലത് കയ്യിൽ ഏട് കിട്ടിയ, പുസ്തകം കിട്ടിയ മനുഷ്യൻ ഉറക്കെ വിളിച്ചു പറയും, ഹഉം ഇഖ്റഉ കിതാബിയ, വരി എൻ്റെ പുസ്തകം ഒന്ന് വായിച്ചു നോക്കി. ഇന്നി ളനൻതു അന്നി മുലാഖിൻ ഹിസാബിയ, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഒരു ഹിസാബിനെ ഞാൻ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തെ എനിക്ക് നന്നായി ക്രമപ്പെടുത്താൻ സാധിച്ചു. ഫഹുവ ഫീ ഈശത്തിർ റാദിയ, അവൻ ഭയങ്കര സംതൃപ്തമായ ജീവിതത്തിലായിരിക്കും. ഫീ ജന്നത്തിൻ ആലിയ, ആ സന്തോഷം അതാണ്. ഈ കിതാബ് കിട്ടുമ്പോൾ തന്നെ ആ സന്തോഷം കണ്ട് പെരുകും. ഭയങ്കര, ഇതൊക്കെ വിളിച്ചു പറയാം, ഉറക്കെ വിളിച്ചു പറയാം. അപ്പോൾ അള്ളാഹു പറയണം, അവൻ എവിടെയാ? ഫീ ജന്നത്തിൻ ആലിയ ഖുതൂഫുഹാ ദാനിയ, അതിൽ നിന്ന് അവന് പറിച്ചെടുക്കാനുള്ളതൊക്കെ അവൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരും. സ്വർഗം. കുലു വഷ്റബു ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, നിങ്ങളുടെ കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലമായി നിങ്ങൾ ഇതൊക്കെ അനുഭവിച്ചോ, ആസ്വദിച്ചോ എന്ന് പറയും. അതാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പോകുന്ന രണ്ടാമത്തെ രംഗം. അവിടെയും നമുക്കെന്താണ്? സന്തോഷം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒക്കെ സന്തോഷം. അവസാനത്തെ ഒരു രംഗമുണ്ട്, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു രംഗം. അതൊരുപാട് സ്ഥലങ്ങളിൽ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കരമാണ്. ഞാൻ നേരത്തെ മരിക്കണ സമയത്ത് നമ്മുടെ ഇരിപ്പിടം, സ്വർഗത്തിലെ ഇരിപ്പിടം കാണുമ്പോഴുള്ള ഹാപ്പിനെസ് പറഞ്ഞല്ലോ മുഖത്ത്. അതേ വാചകം പറയുന്നുണ്ട്, വുജൂഹു യൗമഇദിൻ നാദിറ, നാദിറ, ചില മുഖങ്ങളന്ന് വെട്ടിത്തിളങ്ങി പ്രകാശിക്കും. എന്താ കാരണം എന്നറിയോ? ഇലാ റബ്ബിഹാ നാദിറ, അള്ളാഹുവിൻ്റെ മുഖത്തേക്ക് നോക്കാനുള്ള സൗഭാഗ്യമുണ്ടായത്. ഭയങ്കരമാണ്. ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, ലില്ലദീന അഹ്സനു, നന്നായി ജീവിച്ചവർക്ക്, സൽക്കർമ്മം ചെയ്ത് ജീവിച്ചവർക്ക്, അൽ ഹുസ്ന, ഹുസ്ന ഉണ്ട്. ഹുസ്ന പറഞ്ഞാൽ എന്താ? സ്വർഗമാണ് ഹുസ്ന. അഹ്സൻ എന്നതിൻ്റെ സൂപ്പർലേറ്റീവും പിന്നെ ഫീമെയിൽ രൂപമൊക്കെയാണ് ഹുസ്ന. ജന്നത്ത് ഫീമെയിൽ ആയതുകൊണ്ട്. ലില്ലദീന അഹ്സനുൽ ഹുസ്ന പോരാ, വ സിയാദ, സ്വർഗം പിന്നെ പ്ലസ് ഉണ്ട്. എന്തായിരിക്കും സ്വർഗം പ്ലസ്? നമ്മൾ വിചാരിച്ച് സ്വർഗമാണ് ഏറ്റവും വലുത് എന്നല്ലേ? അല്ല. നോ, ഏറ്റവും വലിയ അനുഭവം എന്താണെന്നറിയാം? ഏറ്റവും ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന അനുഭവം അള്ളാഹുവിൻ്റെ റസൂൽ വിശദീകരിച്ചു. ആ സിയാദ എന്താണ്? ലില്ലദീന അഹ്സനുൽ ഹുസ്ന വ സിയാദ, അത് അള്ളാഹുവിൻ്റെ മുഖത്തേക്ക് നോക്കാനുള്ള സൗഭാഗ്യമുണ്ടായി. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയോ, പരലോകത്ത് ഏറ്റവും കടുപ്പുള്ള ശിക്ഷ ഏതാണെന്നറിയോ? ഏറ്റവും കടുപ്പുള്ള ശിക്ഷ ഏതാ? അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. അതാണ് ഏറ്റവും വലിയ ശിക്ഷ. അള്ളാഹുവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ സാധിക്കില്ല. അതാണ് ഏറ്റവും വലിയ ശിക്ഷ. അള്ളാഹുവിൻ്റെ മുഖത്തേക്ക് നോക്കാനുള്ള ഭാഗ്യമുണ്ടാകലാണ് ഏറ്റവും വലിയ അനുഭവം. സ്വർഗമല്ല, അതിനേക്കാൾ വലിയ അനുഭവം അതാണ്. അള്ളാഹുവിനെ നമ്മൾ കാണുന്ന അവസാനത്തെ രംഗം അതാണ്. അതാണ് ആ സമയത്ത് മുഖം വുജൂഹുൻ യൗമഇദിൻ നാദിറ എന്ന് പറഞ്ഞു, വെട്ടിത്തിളങ്ങി പ്രകാശിക്കും. ഭയങ്കര പ്രകാശമായിരിക്കും അത്. അള്ളാഹു നമുക്കൊക്കെ അത് നൽകുമാറാണ്. ഭയങ്കര പ്രശ്നം, ഭയങ്കരമാണ്.
ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ആലോചിക്കുക, ഇങ്ങനെ അള്ളാഹുവിനെ കാണാനുള്ള ഒരവസ്ഥയിലേക്ക് നമുക്കെത്താൻ കഴിയും. ഇതിന് നമുക്കൊരു തടസ്സവും ഉണ്ടാകരുത്. കാരണം അത്ര നല്ല ആസ്വാദനവും അനുഭവവുമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. അപ്പോൾ നമുക്കിതിനൊരു തടസ്സം എവിടെയും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ അധ്വാനിക്കേണ്ടത് നമ്മുടെ തുലാസിൻ്റെ കനം കൂട്ടാണ്. فأما من ثقلت موازينه فهو في عيشة راضية പറഞ്ഞു. عيشة راضية. ആർക്കാണ് അവരുടെ തുലാസ് കനം കൂട്ടാൻ സാധിക്കുക? അവന് ഏറ്റവും സംതൃപ്തമായ ജീവിതമുണ്ടാകും. സുബ്ഹാനല്ലാഹ്, ഏറ്റവും സംതൃപ്തമുള്ള ജീവിതം. നമ്മൾ എന്തെന്ന് വെച്ചാൽ നമ്മുടെയും അള്ളാഹുവിൻ്റെയും ഇടയിലുള്ള ബന്ധം അത് നന്നാക്കാൻ ശ്രമിക്കുക. അതിന് ഏറ്റവും നല്ല മാർഗം സ്വലാത്താണ്. സലാത്ത് നന്നായാൽ ആ ബന്ധം നന്നാകും. ഓരോ നമസ്കാരങ്ങളും ഇനി നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യാം, വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യാം. നമുക്ക് ഒന്നാമത്തെ ഹിസാബ് അവിടെ ആയിരിക്കും, സ്വലാത്തിലായിരിക്കും. ഒന്നാമത്തെ ഹിസാബ് അവിടെ ആയിരിക്കും. അത് കഴിഞ്ഞ് കിട്ടി നമ്മൾ രക്ഷപ്പെടും എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ കാരണം അതാ. ഭയങ്കരമായ ബന്ധം ഉണ്ടാവും നമുക്ക്. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നമസ്കാരത്തിലായിരിക്കണം. അതാണ്. അതോടൊപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ എപ്പോഴും ഒരു ആത്മവിചാരണ നടത്തിക്കൊണ്ടിരിക്കണം. നമ്മളെ സെൽഫ് ക്രിറ്റിസിസം എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. സാഹിത്യം പഠിച്ചവർക്കറിയാം, നിരൂപണശാസ്ത്രം എന്ന് പറഞ്ഞൊരു സാധനം ഈ സാഹിത്യത്തിലുണ്ട്. അതിലേറ്റവും മനോഹരമായ രംഗം സെൽഫ് ക്രിറ്റിസിസമാണ്. എൻ്റെ ഒരു സൃഷ്ടിയെ ഞാൻ തന്നെ എന്ത് ചെയ്യുക? വിമർശിക്കുക. ഞാൻ എഴുതിയതിനെ, ഞാൻ പറഞ്ഞതിന് ഞാൻ തന്നെ വിമർശിക്കുക. അത് നമ്മൾ ഏറ്റവും കൂടുതൽ നടത്തേണ്ടത് നമ്മുടെ ജീവിതത്തിലായിരിക്കണം. അതാണ് ശരിക്ക് ഹിസാബുൻ നഫ്സ് എന്ന് പറയുന്നത്. ഹിസാബുൻ നഫ്സ് അത് നമ്മൾ ഏറ്റവും കൂടുതൽ നടത്തേണ്ടത് ഏറ്റവും സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന സമയത്തായിരിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ ഗവർണർമാർക്ക് എഴുതാറുണ്ടായിരുന്നു, ഹാസിബ് നഫ്സക ഫിർ റഖാ ഖബ്ല ഹിസാബി ഷിദ്ദ. നീ നിന്നെ ദുനിയാവിൽ ഏറ്റവും നന്നായി ജീവിക്കുന്ന സമയത്ത് നീ ഹിസാബ് നടത്തണം. എന്തിനാ? ഏറ്റവും കടുപ്പമുള്ള ഹിസാബ്, ആ ഹിസാബിലേക്ക് എത്തുന്നതിന് മുമ്പ് അത് എളുപ്പമാകും. അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. അപ്പോൾ നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾ നമ്മളോട് ചോദിക്കുക, അത് വേണോ, ചെയ്യണോ, ഇതിൻ്റെ പ്ലസ് എന്താ, ഇതിൻ്റെ മൈനസ് എന്താ, ബസ്. അപ്പോൾ നമ്മൾ രക്ഷപ്പെടും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അള്ളാഹു പറഞ്ഞില്ലേ, യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ. ഒരു മനുഷ്യന് എന്ത് നന്മ ചെയ്താലും അത് കാണുന്ന ഒരു ദിവസമുണ്ട്. നിങ്ങൾക്കറിയില്ലേ, പരിശുദ്ധ ഖുർആനിലെ അവസാനത്തെ വചനമേതാണ്? ഞാനിന്ന് നിങ്ങളോട് എൻ്റെ സംസാരത്തിൽ കേൾപ്പിച്ച വചനമാണ് അവസാനത്തെ വചനം. അതാണ് അവസാനത്തെ വചനം. അതൊരു വല്ലാത്ത വചനമാണ്. അതിൽ അള്ളാഹു നമ്മളോട് പറയുന്നത് ഈ വിഷയമാണ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കണം, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഏതാണ് ആ ദിവസം? തുർജഊന ഫീഹി ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക് നിങ്ങൾക്ക് മടങ്ങിപ്പോകാനുള്ള ദിവസം. അതിനുള്ള പ്രിപ്പറേഷനിലായിരിക്കണം നമ്മൾ. പലതിനും പല യാത്രക്കുമുള്ള പ്രിപ്പറേഷൻ നടത്തിയവരാണല്ലോ നമ്മൾ. നമ്മുടെ അവസാനത്തെ ഒരു യാത്ര, അതിലേക്കുള്ള പ്രിപ്പറേഷൻ. വത്തഖൂ യൗമൻ, ഭയങ്കര അത്ഭുതമാണ് ഖുർആനിലെ അവസാനത്തെ വചനം അതായത്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്. ആ യാത്രയിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഓരോരുത്തരും പ്രവർത്തിച്ചതിൻ്റെ പരിപൂർണമായ റിസൾട്ട് അവിടെ കിട്ടും. വഹും ലാ യുളമൂൻ. ഒട്ടും അനീതി കാണിക്കപ്പെടുകയില്ല. കൃത്യമായി അളന്ന് തൂക്കിത്തരും. അപ്പം അതുകൊണ്ട് നമ്മൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് അതാണ്. നമ്മുടെ അമലുകളെ നന്നാക്കാൻ ശ്രമിക്കണം. നെയ്യത്ത് ശരിയാക്കണം എല്ലാ അമലുകളുടെയും തുടക്കത്തിൽ.
നിയ്യത്തിൻ്റെ സ്ഥലം ഖൽബാണ്. നമ്മൾ നോക്കണം അവിടെ, ഇത് ഞാൻ ചെയ്യുമ്പോൾ എന്താണ് എൻ്റെ വികാരം, അത് നമ്മളെപ്പോഴും നോക്കണം. അങ്ങനെ ജീവിച്ചാൽ നമുക്കൊരിക്കലും സഹോദരന്മാരെ ദുഃഖിക്കേണ്ടി വരികയില്ല. നമ്മളാരാകും? ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ എന്നതിൽ നമ്മളുണ്ട്, ഒരു സംശയം. അതാണ്, അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ 6 അവസ്ഥകൾ പറയുന്നുണ്ട്. മനുഷ്യനൊരിക്കലും 2 സംഗതിയെക്കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ, സൗഭാഗ്യവും ദുർഭാഗ്യവും, സആദത്തും ഷഖാഉം പറയാറുണ്ട്. 6 സ്ഥലങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. ആ 6 സ്ഥലങ്ങളിലും ആ 6 കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിയാൽ ഒരിക്കലും നമുക്ക് നിർഭാഗ്യം വരില്ല. യഥാർത്ഥ നിർഭാഗ്യം കേട്ടോ, ഇവിടുത്തെ ലോട്ടറി എടുത്താൽ കിട്ടുന്ന സൗഭാഗ്യമോ നിർഭാഗ്യമോ അല്ല. അതിലൊന്നാമത്തേത് വബർറൻ ബിവാലിദതി വലം യജ്അൽനി ജബ്ബാറൻ ശഖിയ്യ. മാതാപിതാക്കളോട് നന്മ ചെയ്യുക. മാതാപിതാക്കളോട് നന്മ ചെയ്യുന്ന ഒരാൾക്ക് അള്ളാഹു പ്രതിഫലം നൽകേണ്ട വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ, അങ്ങനെ പറഞ്ഞല്ലോ. എന്താണ് അത്? ഭയങ്കര മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക, അവരെ ആദരിക്കുക, അവരെ വിളിക്കുക, അവരോട് സംസാരിക്കുക, നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. രണ്ടാമത്തേത് വലം അകും ബിദുആഇക റബ്ബി ശഖിയ്യ. ദുആഇൻ്റെ കൂടെ നിർഭാഗ്യം ഉണ്ടാവില്ല. എല്ലാവരും ശ്രദ്ധിച്ചു, ദുആ ഉണ്ടാകണം, ദുആ ആയിരിക്കണം. ദുആ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. അത് ഒരു നോട്ട് ബുക്കിലോ പുസ്തകത്തിലോ നോക്കി പറയുന്നതല്ല. വലം അകും ബിദുആഇക റബ്ബി ശഖിയ്യ. മൂന്നാമത്തെ രംഗം മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ. ഖുർആൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നിർഭാഗ്യം ഉണ്ടാവില്ല. അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ. ഉമർ ബിൻ ഖത്താബിനെ മാറി ചിന്തിപ്പിച്ച വാക്കാണല്ലോ അത്, സൂറത്ത് ത്വാഹയിലെ. ഭയങ്കരമാണത്. അപ്പോൾ ഖുർആൻ ഉണ്ടാകണം നമുക്ക്. ഖുർആനിൻ്റെ ആളുകളായി, ഖുർആൻ ഉള്ളവരായി മാറാൻ ശ്രമിക്കുക. നാലാമത്തേത് ഫമൻ ഇത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യഷ്ഖാ. എൻ്റെ ഹുദയെ നിങ്ങൾ ഫോളോ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് നിർഭാഗ്യം വരില്ല. അള്ളാഹുവിൻ്റെ ഹുദയാണ് നമുക്ക് പ്രവാചകന്മാരിലൂടെ കിട്ടിയിട്ടുള്ളത്. നിർഭാഗ്യം ഉണ്ടാവില്ല. നമ്മൾ ശരിക്കും ഇത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് നമ്മൾ ശരിക്ക് മനസ്സിലാക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. അഞ്ചാമത്തേത് സയദ്ദക്കറു മൻ യഖ്ശാ വയതജന്നബുഹൽ അഷ്ഖാ. അള്ളാഹുവിനെ ഖശിയത്തുള്ളവരായി, ഖുശൂഉള്ളവരായി ജീവിക്കുന്നവർക്കൊരിക്കലും നിർഭാഗ്യം വരില്ല. നമുക്ക് ചിലപ്പോൾ തോന്നുട്ടോ അയാൾ എന്തൊരു ഒട്ടും ഭാഗ്യം ഉണ്ടായില്ലല്ലേ, അള്ളാഹിൻ്റെ ഒരു നിയമത്തും അയാൾക്ക് കിട്ടിയില്ലല്ലേ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചാട്ടോ പറയണത്, നാട്ടുകാർക്ക് തോന്നണമല്ല പറയണത്. അദ്ദേഹത്തിൻ്റെ അനുഭവം വളരെ വ്യത്യസ്തമായിരിക്കും. എന്ത് പ്രയാസം അനുഭവിക്കേണ്ടി വരുമ്പോഴും അദ്ദേഹം ഭയങ്കര, ഞാൻ നിങ്ങളോട് ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കഥ പറഞ്ഞല്ലോ, എല്ലാ സഹാബികളുടെയും കഥ അതാ. നമ്മൾ വായിച്ചു നോക്കണം, ഭയങ്കര അത്ഭുതം. എല്ലാ സഹാബികളുടെയും കഥ. ഒരാളും മുസ്ലിമായതിൻ്റെ പേരിൽ സങ്കടപ്പെട്ടിട്ടില്ല. ഒരാളും പേടിപ്പിച്ചപ്പോൾ എന്താ പറഞ്ഞ്? പേടിപ്പിച്ചില്ലേ? അപ്പം എന്താ പറഞ്ഞ്? ഹസ്ബുനല്ലാഹ് വ നിഅമൽ വകീൽ. പേടിച്ചില്ല എന്ന് മാത്രമല്ല, നമ്മളവിടേക്ക് എത്തണം. അതാണ് സഹോദരന്മാരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് ഏറ്റവും അവസാനത്തേത് അള്ളാഹു പഠിപ്പിച്ചത്. ഫഅൻദർതുകും നാറൻ തലല്ലാ ലാ യസ്ലാഹാ ഇല്ലൽ അഷ്ഖൽ ലദീ കദ്ദബ വതവല്ലാ വസയജന്നബുഹൽ അത്ഖാ. ആർക്ക് വരൂല നിർഭാഗ്യം? തഖ്വയുള്ളവർക്ക് വരൂല, ഒരിക്കലും വരില്ല. നോക്കൂ, ഇങ്ങനെ ലൈഫിനെ നമ്മൾ മാറ്റാൻ ശ്രമിച്ചാൽ നമുക്കൊരു ലൈഫ് കോച്ചും വേണ്ടി വരില്ല. നമുക്കിതന്നെ മതി. ഇതാണ് നമ്മുടെ ജീവിതം.
ആരെങ്കിലും പഠിപ്പിക്കുന്നതിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ കൊണ്ടുപോകരുത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സന്തോഷവും നമ്മുടെ ദുഃഖവും എന്താണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഇനി നമ്മൾ അതിൻ്റെ പേരിൽ ഒരു കൗൺസിലറെടുത്ത് പോകേണ്ട ഗതികേട് നമുക്ക് വരരുത്. എല്ലാവരും ശ്രദ്ധിക്കണം. കൂന് പോലെ മഴ പെയ്താൽ ഇടിവെറ്റിയാൽ കൂന് മുളക്കലുണ്ട്. അതേമാതിരിയാണ് നമ്മുടെ നാട്ടിലിപ്പോൾ ഈ കൗൺസിലിംഗ് സെൻറ്റർ മുളച്ചു പോകുന്നത്. ഭയങ്കരമാണ്. കൗൺസിലർമാരെന്ന് പറഞ്ഞുകൊണ്ട് വന്നൊക്കെയാണ്, നിറച്ച് കോഴ്സുകളാണ്. എന്നിട്ട് മിനിറ്റുകൾക്ക് ആ പൈസയല്ല നമ്മളെ പ്രശ്നം, നമ്മൾ വഴിതെറ്റിക്കുന്നു എന്നതാ പ്രശ്നം, മിസ്ഗൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. നമുക്കില്ല സമയം നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമല്ലെന്നേ. വിശ്വാസിക്ക് അങ്ങനെ പ്രശ്നമല്ല. ഞങ്ങളോട് പറഞ്ഞല്ലോ, 20-ലധികം സ്ഥലങ്ങളിലാണ് അള്ളാഹു ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന് പഠിപ്പിക്കുന്നത്. എന്താണത്? ഇത്ര മധുരമാണെന്ന്. എന്നിട്ട് നമ്മളെന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നടക്കുന്നത്? ഇതെല്ലാം നമുക്ക് പൂർണ്ണമായ ഉറപ്പുണ്ടാകണം അള്ളാഹുവിനെ കാണുമെന്ന്. ഒരു കാരണവശാലും നോക്കൂ, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്ന വാചകമുണ്ട്, ഭയങ്കര മനോഹരമാണ്. ശരിക്ക് ചില്ലിട്ട് സൂക്ഷിക്കണം എഴുതിയിട്ട്, അത്ര മനോഹരം. അദ്ദേഹം പറയുന്നുണ്ട്, ലാ തുഫ്സിദ് ഫർഹതക ബിൽ ഖലഖ്, അസ്വസ്ഥത കൊണ്ട് നിന്റെ സന്തോഷത്തെ നീ കേടുവരുത്തരുത്. വെറുതെ ആവശ്യമില്ലാതെ ഞാൻ ഭയങ്കര ടെൻഷൻ. എന്ത് ടെൻഷൻ? എന്താ കാര്യം ടെൻഷൻ്റെ? നീയാണോ ലോകം തിരിക്കണത്? ഭൂമി തിരിക്കണയ്യ? സൂര്യൻ ഉദിപ്പിക്കണത് നീയാണോ? എന്ത് ടെൻഷൻ? അള്ളാഹിനെ കുറിച്ചുള്ള ബോധമില്ലാത്തത് കൊണ്ടാണ് ടെൻഷൻ വന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ സന്തോഷത്തെ നമ്മൾ കൊണ്ടുപോയി കളയരുത്. സന്തോഷം നമുക്ക് സന്തോഷിക്കാനുള്ളതാ. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇവര് വിശ്വാസി ജീവിക്കേണ്ടത്. ഒരിക്കലും ദുഃഖത്തിൽ ജീവിക്കരുത്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, വലാ തുഫ്സിദ് അഖ്ലക ബിത്തശാഉം. തശാഉം എന്ന് പറഞ്ഞാൽ ദുശ്ശകുനമാണ്. ദുശ്ശകുനം പറഞ്ഞിട്ട് നിന്റെ ബുദ്ധിയെ നീ കേടുവരുത്തരുത്. കുറേ ആൾക്കാരുണ്ട് ഇപ്പോൾ ഇറങ്ങിക്കണ്, കണ്ടില്ലേ നിങ്ങൾ? പത്രങ്ങളിലും കലണ്ടറുകളിലൊക്കെ കാണും ദുശ്ശകുനെ. നമ്മുടെ ദിവസത്തിന് ആരാ ഇവര്? ആരാ ഇവര് ദുശ്ശകുനം നിശ്ചയിക്കാൻ? നമ്മുടെ ഒരു ഖാഫ് തബിലെ വ്യത്യാസമുള്ളൂ. എവിടെയും കാണൂല വദ്കുറൂ നിഅ്മത്തല്ലാഹി അലൈക്കും. നോ, നെവർ. വദ്കുറൂ നിഅ്മത്തല്ലാഹി. എന്താ കാരണം അറിയോ? നിഅ്മത്തിനെ ആലോചിച്ചാൽ ഭയങ്കര പോസിറ്റീവായി നമ്മൾ മാറും. അല്ലാഹ് സുബ്ഹാനല്ലാഹ് വല്ലാത്ത പറഞ്ഞു. അതിനപ്പുറം സ്നേഹം. ആ റബ്ബ് നമുക്ക് എന്തെങ്കിലും തടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേണ്ടാത്തത് കൊണ്ടാ, പറ്റാത്തത് കൊണ്ടാ. നമ്മൾ കുട്ടികൾക്ക് വല്ലതും കൊടുക്കാണ്ടിരിക്കല്ലേ? ഉണ്ടല്ലോ, രോഗം വന്നാൽ പല ഭക്ഷണവും കൊടുക്കൂലല്ലോ. എന്താ കൊടുക്കാത്ത? മോനോട് ഇഷ്ടമല്ലാത്തതുകൊണ്ടാ? അല്ലല്ലോ, അല്ല. അതുപോലെ അള്ളാഹു നമ്മളെ കുളിപ്പിക്കും, വൃത്തിയാക്കും, ശുദ്ധിയാക്കും. ഒരു സംശയമില്ല. അത് ചിലപ്പോൾ അള്ളാഹു കുളിപ്പിക്കുക വെള്ളം കൊണ്ടല്ല എന്ന് മാത്രം. അള്ളാഹു കുളിപ്പിക്കുക ഇബ്തിലാഅത്തുകളിലൂടെയാണ്. അത് കഷ്ടപ്പാടല്ല, നമ്മളെ ശുദ്ധിയാക്കുകയാണ്. തംഹീസ് എന്നാ പറയാ, പ്യൂരിഫിക്കേഷനാണ്. അത്രയേ ഉള്ളൂ. ഇമാം ഗസാലി റഹ്മഹുല്ല ചോദിക്കുന്നുണ്ട് ഇത് വിശദീകരിക്കുന്നിടത്ത്, നിങ്ങളെ വീട്ടിലുള്ള ഒരു ചെറിയ കുട്ടി ഉണ്ടെന്ന് വെക്കാം, മുട്ടുകുത്തി നടക്കുന്ന ഒരു കുട്ടി. ആ കുട്ടി കരിയിലും ചളിയിലും ഒക്കെ ആയി വൈകുന്നേരം നിങ്ങൾ വരുന്ന സമയത്ത് അങ്ങനെയാണ് ആ കുട്ടിനെ കണ്ടാൽ നിങ്ങൾക്ക് തൃപ്തി ഉണ്ടാവും? ഇല്ലല്ലോ. നിങ്ങൾ എന്താ ഭാര്യനോട് ചോദിക്കുക? എനിക്കൊന്ന് വൃത്തിയാക്കി കുളിപ്പിച്ചുകൂടിയിരുന്നു. കാരണം നിങ്ങൾക്ക് ആ കുട്ടിനെ കാണുമ്പോൾ അതിനെ എടുക്കാനും ഉമ്മ വെക്കാനും മണച്ചുകൂട്ടാനും ഒക്കെ ആഗ്രഹമുണ്ട് അല്ലേ? അത്രയേ ഉള്ളൂ. ആ കുട്ടിനെ ഉമ്മ കൊണ്ടുപോയി കുളിപ്പിക്കുമ്പോൾ കുട്ടി കരയൂലേ? കരയും. ഉമ്മ കുളി നിർത്തുവോ? സോപ്പ് തേച്ചാൽ കരയൂലേ? വെള്ളമൊഴിച്ചാൽ കരയൂലേ? ചകിരി കൊണ്ട് വരച്ചാൽ കരയൂലേ? ഉമ്മ കുളി നിർത്തുവോ? ഇല്ല. എന്താ കാരണം? തൻ്റെ ഭർത്താവ് കയറി വരുമ്പോൾ ഈ കുഞ്ഞിനെ നല്ല കുഞ്ഞായി, മനോഹരമായ കുഞ്ഞായി ഭർത്താവിന് എന്താക്കണം? കൊടുക്കണം. സോ സിമ്പിൾ. അല്ലാഹു തആല കുളിപ്പിക്കേണ്ടത് നമ്മൾ ഇടയ്ക്ക് കുളിപ്പിക്കുമ്പോൾ ആരും കരയരുത്. കരഞ്ഞാലും അള്ളാഹ്ക്ക് പ്രയാസമൊന്നുമില്ല. അത് മനസ്സിലാക്കണം. എന്തിനാ കുളിപ്പിച്ചത്? അള്ളാഹുവിന് നമ്മളെ കാണേണ്ടത് എങ്ങനെയാണ്? ഈ കുഞ്ഞിനെ കണ്ടതുപോലെ, ഈ കുഞ്ഞിൻ്റെ ഉപ്പ കുഞ്ഞിനെ കണ്ടതുപോലെ നമ്മുടെ യഥാർത്ഥ മാലിക്, അധികാരി, ഉടമസ്ഥനായ അള്ളാഹുവിന് നമ്മളെ കാണേണ്ടത് അങ്ങനെയായിരിക്കണം. അത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. ഭയങ്കര സിമ്പിളാണ്. ഇതിനപ്പുറത്തൊന്നും ആലോചിക്കരുത്.
ഒന്നും ആലോചിക്കരുത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളാരും വിചാരിക്കരുത് ഞാൻ സേഫ് സോണിലാണ്. നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഞാൻ ഇന്ന സംഘത്തിലാണ്, ഇന്ന ഗ്രൂപ്പിലാണ്, ഇന്ന ടീമിലാണ്. നോ, അബദൻ, ഒരിക്കലും വിചാരിക്കരുത്. നമ്മളെപ്പോഴും ചിന്തിക്കണം നമ്മളെക്കുറിച്ച്. നമ്മുടെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ടേയിരിക്കണം. സേഫ് സോൺ എന്നോ ഒന്നുമില്ല. മരിച്ച് അള്ളാഹുവിനെ കാണുന്ന ഒന്നാമത്തെ ഘട്ടം നമ്മൾ പറഞ്ഞല്ലോ, ഒന്നാമത്തെ ഘട്ടം, ആ ഘട്ടം വരെ നമ്മൾ സേഫ് സോണിലല്ല എന്ന വിചാരത്തിലാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. അതാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ഇമാം ഹാത്തിമുൽ അസം റഹിമഹുല്ല വിശദീകരിക്കുന്നുണ്ട്, ലാ തഗ്തറ ബിമകാനിൻ സാലിഹ് ഫലാ മകാന അസ്ലഹ മിനൽ ജന്ന. നല്ല സ്ഥലത്താണ് എന്നതുകൊണ്ട് നീ എന്താകരുത്, വഞ്ചിതനാകരുത്. സ്വർഗത്തേക്കാൾ നല്ല സ്ഥലമല്ലല്ലോ, ഉണ്ടോ? ഇല്ല. നമ്മുടെ പിതാവ് ആദമിന് അബദ്ധം പറ്റിയത് എവിടാ? യാസി, ഞാൻ പള്ളിയിലാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന സംഘത്തിലാണ്, ഇന്ന സംഘടനയിലാണ് അന്നും വിചാരിച്ച് നിൽക്കണ്ട. നമ്മളെ നോക്കണം. കാരണം അള്ളാന്റെ വാക്ക് ഭയങ്കര, കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീൻ. ഓരോരുത്തരും അങ്ങനെയാണ്, ഓരോ നഫ്സും അങ്ങനെയാണ്. അതുപോലെ ലാ തഗ്തറ ബികസ്റത്തിൽ ഇബാദ, ഞാൻ നല്ലോണം ഇബാദത്ത് ചെയ്യലുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ വിചാരിച്ചിരിക്കണ്ട. കാരണം എന്താ? ഫഇന്ന ഇബ്ലീസ ബഅദ തൂലിൽ ഇബാദ ലഖിയ മാ ലഖി. ഇബ്ലീസ് ആരായിരുന്നു? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിച്ചിരുന്ന ആളായിരുന്നു ഇബ്ലീസ്. പക്ഷേ എന്തായി അവസാനം ഇബ്ലീസ്? കാരണം അതുകൊണ്ട് അവസാന നോക്കൂ, ഹുസ്നുൽ ഖാത്തിമ ചോദിക്കാൻ അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചില്ലേ? ഹുസ്നുൽ ഖാത്തിമ നമ്മളിപ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുസ്നൽ ഖാത്തിമ. നമ്മുടെ അന്ത്യം വരെ എന്തായിരിക്കണം? ഹുസ്നായിരിക്കണം. അങ്ങനെ പോകണം. ഇപ്പം നന്നായിട്ട് കാര്യമില്ല, അവസാനം നന്നാകണം. അതാണ് വേണ്ടത്. അതുപോലെ നമ്മൾ മനസ്സിലാക്കണം, വലാ തഗ്തറ ബിലിഖാഇസ് സാലിഹീൻ. നല്ല ആളുകളെ കണ്ടവനാണ് ഞാൻ എന്ന് വിചാരിച്ചാരും ഇരിക്കണ്ട. കാരണം എന്താ? നബിനേക്കാൾ നല്ല മനുഷ്യനുണ്ടോ? ഇല്ലല്ലോ. നബിനെ കണ്ടവരാണ് ആര്? ശത്രുക്കൾ, മുനാഫിക്കുകളൊക്കെ നബിനെ കണ്ടവരാ. ആരെങ്കിലും കണ്ടു എന്നുള്ളതുകൊണ്ട് നമ്മളെന്താവില്ല, രക്ഷപ്പെടും. ഇതൊക്കെ പറയണത് എന്തിനാ വെച്ചാൽ നമ്മൾ നമ്മിലേക്ക് നോക്കണം. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പായി നമ്മളെ ക്ലിയർ ചെയ്യണം. നമ്മളിലേക്ക് നോക്കി നമ്മളെ ക്ലിയർ ചെയ്യുക. അങ്ങനെ അള്ളാഹുവിലേക്ക് മടങ്ങുക. അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അങ്ങനെ മടങ്ങുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന് വിളിക്കാൻ. ർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നത്ത് നൽകി നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മാപ്പാക്കി തരണമേ. റഹ്മുർ-റഹീമായ റബ്ബേ, നിൻ്റെ ഈ പരിശുദ്ധമായ ഭവനത്തിൽ നിന്നെക്കുറിച്ച് സംസാരിച്ച്, നിന്നെക്കുറിച്ച് പറഞ്ഞ്, നിൻ്റെ സിഫാത്തുകളും നിൻ്റെ അമാലുകളും പറഞ്ഞ് ഒരുപാട് സമയം ഞങ്ങൾ ചെലവഴിച്ചു. റഹ്മുർ-റഹീമായ റബ്ബേ, ഈ ചെലവഴിച്ച ഓരോ സമയവും ഓരോ സെക്കൻഡുകളും ഞങ്ങളുടെ മീസാനിൽ കനം തോന്നുന്ന അമലായി ഞങ്ങൾക്ക് നീ മാറ്റിത്തരണം. റഹ്മുർ-റഹീമായ റബ്ബേ, പറഞ്ഞതും കേട്ടതുമൊക്കെ ജീവിതത്തിൽ പകർത്താനുള്ള മനസ്സും ആഗ്രഹവും സൗഭാഗ്യവും തൗഫീഖും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. റഹ്മുർ-റഹീമായ റബ്ബേ, നിന്നെ കണ്ടുമുട്ടുന്ന സമയത്ത് ഏറ്റവും സന്തോഷത്തോടുകൂടി, നിന്നെ കണ്ടുമുട്ടുന്ന ഓരോ രംഗങ്ങളിലും ഏറ്റവും സന്തോഷത്തോടുകൂടി നിന്നെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണമേ. റഹ്മുർ-റഹീമായ റബ്ബേ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ ആശ്വാസവും സമാധാനവും സബറും നൽകണമേ. റഹ്മുർ-റഹീമായ റബ്ബേ, ഞങ്ങളുടെ ഫലസ്തീനിലെ, ഗസയിലെ, സിറിയയിലെ സഹോദരങ്ങൾ അല്ലാഹു ഏറ്റവും കഠിനമായ പ്രയാസത്തിലൂടെയാണ് ഞങ്ങളുടെ ദൃഷ്ടിയിൽ അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു അവർക്ക് നീ ആശ്വാസം നൽകണമേ, സമാധാനം നൽകണമേ. നിൻ്റെയും ഞങ്ങളുടെയും ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണമേ. അവരുടെ പരാജയം കാണാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കുണ്ടാകണമേ. റഹ്മുർ-റഹീമായ റബ്ബേ,
മസ്ജിദുൽ ഹറമിലും മസ്ജിദുൽ നബവിയിലും ഞങ്ങൾ പ്രവേശിച്ച് നമസ്കരിച്ചതുപോലെ മസ്ജിദുൽ അഖ്സയിൽ നമസ്കരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. റഹമുറഹ്മീനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. അവരുടെ ഖബറിലേക്ക് സ്വർഗത്തിൽ നിന്നുള്ളൊരു വാതിൽ തുറന്നു കൊടുക്കണമേ. അവരുടെ ഖബറിൽ സ്വർഗത്തിൽ നിന്നുള്ളൊരു വിരിപ്പ് നീ വിരിച്ചു കൊടുക്കണമേ. അവരെയും ഞങ്ങളെയും നിൻ്റെ ഫിർദൗസുൽ അലയിൽ നീ ഒരുമിച്ച് കൂട്ടണമേ. റഹമുറഹ്മീനായ റബ്ബേ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, അവരിൽ രോഗികളുണ്ട്, പലതരത്തിലുള്ള പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ആശ്വാസവും സമാധാനവും സംതൃപ്തിയും ശക്തിയും കരുത്തും നൽകണമേ. റഹമുറഹ്മീനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങൾക്കും മഗ്ഫിറത്ത് നൽകണമേ. അവരുടെ ബർസഖിലെ ജീവിതം ഏറ്റവും സമ്പന്നവും സന്തോഷവുമുള്ളതാക്കി തീർക്കണമേ. റഹമുറഹ്മീനായ റബ്ബേ, ഞങ്ങളും അതിലേക്ക് എത്തുന്ന സമയത്ത് ഞങ്ങളുടെ ബർസഖിയായ ജീവിതം ഏറ്റവും സംതൃപ്തിയുള്ള സമാധാനമുള്ള ജീവിതമാക്കി ഞങ്ങൾക്ക് നീ മാറ്റിത്തരണമേ. റഹമുറഹ്മീനായ റബ്ബേ, ഞങ്ങളുടെ ഖബർ സ്വർഗത്തിൽ നിന്നുള്ള ഒരു തോപ്പാക്കി വളരെ മനോഹരമായ സ്വർഗത്തിലെ വിരിപ്പ് വിരിച്ച് സ്വർഗത്തിലുള്ള ഡ്രസ്സ് ധരിച്ച് ഏറ്റവും മനോഹരമായ ബർസഖി ജീവിതം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. റഹമുറഹ്മീനായ റബ്ബേ, ഞങ്ങളിൽ ഒരുപാട് രോഗികളുണ്ട്, അവർക്കൊക്കെ നീ ആശ്വാസം നൽകണമേ, ഷിഫ നൽകണമേ. രോഗത്തിന് മുമ്പിൽ സബറിനുള്ള കരുത്ത് അവർക്ക് നീ നൽകണമേ. റഹമുറഹ്മീനായ റബ്ബേ, ഞങ്ങൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകാറുള്ളത് സന്തോഷവും നിഅമത്തും വരുമ്പോഴാണ്. സന്തോഷവും നിഅമത്തും വരുമ്പോൾ നിനക്ക് ശുക്ർ ചെയ്യുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. റഹമുറഹ്മീനായ റബ്ബേ, ഞങ്ങളുടെ കുടുംബത്തിലും മക്കളിലും ഞങ്ങൾക്ക് നീ ഐശ്വര്യം നൽകണമേ. ഞങ്ങളുടെ മക്കളിൽ അല്ലാഹുവേ ഈമാനുള്ള നല്ല മക്കളായി അവരെ ഞങ്ങൾക്ക് നീ മാറ്റിത്തരണമേ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم إنك تعلم ذنوبنا فاغفر لنا. اللهم إنك تعلم عيوبنا فاستر لنا. اللهم إنك تعلم حاجاتنا فاقض لنا. اللهم إنك تعلم أمراضنا فاشف لنا يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين وألحقنا بالصالحين برحمتك يا أرحم الراحمين. صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.